ശബരിമല യുവതീ പ്രവേശന വിധിയിൽ സുപ്രീം കോടതിയിൽ വാദം പുരോഗമിക്കുകയാണ്. വിശ്വാസങ്ങൾക്ക് മീതെയാണ് മൗലിക അവകാശങ്ങളെന്ന് വീണ്ടും ഓർമ്മിപ്പിച്ച് സുപ്രീം കോടതി. എന്നാൽ വിധിയിൽ പിഴവ് എന്തെന്ന് വിശദീകരിക്കാൻ അഭിഭാഷകരോട് ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. ഹിന്ദു മതാചാര നിയമത്തിന്റെ പകർപ്പ് ജസ്റ്റിസ് ഹിന്ദു മൽഹോത്ര ആവശ്യപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. സന്തോഷ്, കോടതി ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം 1 മണിക്കൂർ കൂടി വാദം തുടരും എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. എന്താണ് അവിടെ നിന്ന് കൂട്ടിച്ചേർക്കാനുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? ജോർജറ്റ്, ഏകദേശം 2.5 മണിക്കൂർ നീണ്ട വാദമാണ് ഇന്ന് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന് മുമ്പിൽ നടന്നത്. അത് പ്രതീക്ഷിക്കപ്പെട്ടതല്ല. കാരണം 65 ഹർജികളിൽ തുടർവാദം കേൾക്കണമോ വേണ്ടയോ എന്നത് മാത്രമാണ് ഇന്ന് തീരുമാനിക്കാം എന്ന് ആദ്യമേ തന്നെ ചീഫ് ജസ്റ്റിസ് അറിയിച്ചത്. അതുപ്രകാരം ഈ ഹർജിക്കാർക്കെല്ലാം 5 മിനിറ്റ് സമയം അനുവദിച്ചു. ഇപ്പോൾ പക്ഷേ ആദ്യം വാദിച്ചത് മുഴുവൻ ഈ വിധിയെ എതിർക്കുന്നവരാണ്. ഏകദേശം 11 പേർ വിവിധ ഹർജിക്കാർക്ക് വേണ്ടി എതിർത്തുകൊണ്ട് രംഗത്തെത്തി. അനുകൂലിക്കുന്നവരുടെ വാദം അല്പസമയം മുമ്പ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ വാദമാണ് ഇപ്പോൾ പൂർത്തിയായത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ജയദീപ് ഗുപ്ത വാദിച്ചു. അതിനുശേഷം സംസ്ഥാന സർക്കാർ 2 ട്രാൻസ്ഫർ അപേക്ഷകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. കേരള ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അപേക്ഷകളെല്ലാം സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്ന് ആ വാദം ഏതാണ്ട് പകുതിയോളം എത്തി. അപ്പോഴേക്കും സുപ്രീം കോടതി ലഞ്ച് ബ്രേക്കിന് പിരിഞ്ഞു. ഇനിയുള്ളത് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് വീണ്ടും 1 മണിക്കൂർ വാദം കേൾക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ നിർണായകമായ ചില പരാമർശങ്ങളും നീക്കങ്ങളും ഈ വാദത്തിനിടയിൽ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയാൻ കഴിയുന്നത് ഈ വാദങ്ങളൊക്കെ പഴയത് നേരത്തെ ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ടുള്ള വാദത്തിൽ ഉന്നയിച്ചതാണ് എന്ന് ചീഫ് ജസ്റ്റിസ് പലതവണ പറഞ്ഞു എന്നതാണ്. അതുകൊണ്ട് തന്നെ പുതിയ വാദങ്ങൾ ഉന്നയിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. ഈ ഭരണഘടനാ ബെഞ്ചിന് മുമ്പിലെത്തിയ അഭിഭാഷകരിൽ പ്രധാനപ്പെട്ടത് ഈ മോഹൻ പരാശർ അടക്കമുള്ളവർ ചൂണ്ടിക്കാണിച്ചത് ഭരണഘടനയുടെ ചട്ടം 15 ഈ സ്ത്രീ പുരുഷ സമത്വം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇതൊരു പബ്ലിക് സ്ഥലത്താണ് അത്തരമൊരു സ്ത്രീ പുരുഷ സമത്വം നമുക്ക് ഉന്നയിക്കാൻ കഴിയുക. ക്ഷേത്രങ്ങളെ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അതിൽ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അത് ഭരണഘടനാ ബെഞ്ച് പരിശോധിച്ചില്ല എന്നതായിരുന്നു ഒരു പ്രധാന വാദം, ഒരു പ്രത്യേക വാദം എന്ന് പറയുന്നത്. മറ്റൊന്ന് ശബരിമലയിലെ പ്രതിഷ്ഠയുടെ ആചാരവുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ അതൊക്കെ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ് എന്ന് ചീഫ് ജസ്റ്റിസ് പലതവണ പറയുകയൊക്കെ ചെയ്തു. സംസ്ഥാന സർക്കാർ വാദിച്ചത് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ റിവ്യൂ പരിഗണിക്കാനാകില്ല. കാരണം ശബരിമല വിശ്വാസ സമൂഹം ഒരു പ്രത്യേക സമൂഹമായി പരിഗണിക്കപ്പെട്ടിട്ടില്ല. അതൊരു പ്രത്യേക മണ്ഡല കാലത്ത് രൂപപ്പെടുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായുള്ള ആചാരമാണ്. അത്തരം ആചാരങ്ങളാകട്ടെ മറ്റൊരു ക്ഷേത്ര ആചാരങ്ങളിലുമില്ല. അത് അങ്ങ് പറഞ്ഞപ്പോഴാണ് ജസ്റ്റിസ് ഹിന്ദു മൽഹോത്ര ഹിന്ദു മത ആചാരപ്രകാരമുള്ള ആ ബുക്ക് ചോദിച്ച് വാങ്ങിയത്. ഇപ്പോഴും വാദം ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് വീണ്ടും വാദം തുടരും. എന്നാൽ ഇതുവരെയുള്ളൊരു പോക്ക് കാണുമ്പോൾ ഇന്ന് തന്നെ ഈ ഹർജികളിലെല്ലാം ഒരു തീരുമാനം ഉണ്ടാക്കാൻ തന്നെയാണ് ഭരണഘടനാ ബെഞ്ചിൻ്റെ തീരുമാനം. ചിലപ്പോൾ അത് എല്ലാവരുടെ വാദവും പൂർത്തിയാക്കി തള്ളാം, അല്ല എങ്കിൽ ഒരു 7-അംഗ ഭരണഘടനാ ബെഞ്ചിലേക്ക് കാര്യങ്ങൾ മാറ്റാം. പക്ഷെ എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് ഏതാണ്ട് ഉറപ്പാണ്. കാരണം 2 മണിക്ക് ചെയ്യുന്നതിന് ശേഷം പിന്നെ ഒരു 3 മണിവരെ വാദം നടക്കുമെന്ന് പ്രതീക്ഷിച്ചാൽ പോലും മറ്റു ചിലരുടെ കൂടിയുണ്ട്. പ്രത്യേകിച്ച് യങ് ലോയേഴ്സ് അസോസിയേഷൻ്റെ വാദം ഇനി നടക്കാനുള്ളതാണ്. പിന്നെ ഹാപ്പി ടു ബ്ലീഡിൻ്റെ വാദവും നടക്കേണ്ടതുണ്ട്. അവർക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകർ ഇപ്പോൾ തന്നെ ബെഞ്ചിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും 4 മണിവരെ നീണ്ടുപോകാനുള്ള സാധ്യതയുമുണ്ട്. സന്തോഷ്, നിർണായകമായ വാദങ്ങളാണ് ഉണ്ടായതെങ്കിൽ പോലും പുതിയതായി ഒന്നും കോടതിക്ക് മുന്നിൽ ഉയർത്തിക്കാട്ടാൻ ഈ ഹർജിക്കാർക്ക് കഴിഞ്ഞില്ല എന്ന് തന്നെയാണോ? ഒരു കാര്യത്തിൽ പോലും ഈ ഹർജികൾ പുനഃപരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയതായി ഒരു വാദം പോലും കോടതിക്ക് മുന്നിൽ എത്തിയില്ല എന്ന് തന്നെയാണോ? ഇന്ന് തന്നെ ഈ വാദം അവസാനിപ്പിക്കുന്ന ഒരു നിലയിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്, അതോ വരും ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കാനുള്ള സാധ്യതകളാണോ ഉള്ളത്? ജോർജറ്റ്, കഴിഞ്ഞ സെപ്റ്റംബർ 28 ഉണ്ടായ വിധി പരിശോധിച്ചാൽ മനസ്സിലാകും ഈ അയ്യപ്പൻ്റെ നൈഷ്ഠിക ബ്രഹ്മചാര്യമൊക്കെ അതിനു മുമ്പ് ചർച്ചയായതാണ്. ഇപ്പോൾ ഇന്ന് വി ഗിരി അടക്കമുള്ളവർ, മോഹൻ പരാശർ അടക്കമുള്ള മുതിർന്ന അഭിഭാഷകരും അത് ആണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. കാരണം ഹിന്ദു മത ആചാരപ്രകാരം ഒരു ക്ഷേത്രത്തിലെ ആചാരങ്ങൾ നോക്കേണ്ടത് അവിടുത്തെ തന്ത്രിയാണ്. തന്ത്രിയുടെ പിതാവെന്ന് പറയുന്നത് അയ്യപ്പൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും തന്ത്രിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അതിനെ ഒരു ഭരണഘടന കാഴ്ചപ്പാടിലൂടെ വിലയിരുത്തരുത് എന്നായിരുന്നു ഈ അഭിഭാഷകരുടെ വാദം. പക്ഷേ ഇതൊക്കെ നമുക്കറിയാം, കഴിഞ്ഞ 12 വർഷമായി സുപ്രീം കോടതിയിൽ നടക്കുന്ന വാദമാണ് ഈ ശബരിമല. അതിൻ്റെ ഇടയിൽ പലതവണ അഭിഭാഷകർ ഉന്നയിച്ചാണ്. അതുകൊണ്ടായിരിക്കും ചീഫ് ജസ്റ്റിസ്
വാദങ്ങളെല്ലാം വീണ്ടും ആവർത്തിക്കരുത് എന്ന് പലതവണ പറയേണ്ടി വന്നു. പിന്നെ രണ്ടാമത്തേത് ഭരണഘടനാ ചട്ടമാണ്. അത് ഭരണഘടന 15 ഭരണഘടനാ ചട്ടം 17 ഉയർത്തി കാണിച്ചുകൊണ്ടാണ്. പക്ഷെ അപ്പോഴേക്കും ബെഞ്ചിലുണ്ടായിരുന്ന നരിമാൻ ചൂണ്ടിക്കാണിച്ചത് ഇവിടെ സിവിൽ റൈറ്റ്സും പ്രധാനമാണ്. കാരണം ഇത് ക്ഷേത്രാചാരങ്ങൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് സിവിൽ റൈറ്റ്സ് കൂടി പരിഗണിക്കണം എന്നും ബെഞ്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനിടയിൽ മറ്റു ചില പോയിന്റുകൾ ബെഞ്ചിലുള്ളവർ എഴുതിയെടുക്കുന്നത് കാണാമായിരുന്നു. കാരണം ഇപ്പോൾ ഈ വിശ്വാസം എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിനെ ഭരണഘടനാ കാഴ്ചപ്പാടിലൂടെ വിലയിരുത്തരുതെന്ന മുൻ ഭരണഘടനാ ബെഞ്ചുകളുടെ ചില വിധികളുണ്ട്, അതിൽ ചില പരാമർശങ്ങളുണ്ടെന്നൊക്കെ അഭിഭാഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ബെഞ്ച് എഴുതിയെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായി അതിനൊരു മറുപടി ബെഞ്ചിൽ നിന്ന് എല്ലാ വാദവും പൂർത്തിയായതിനു ശേഷം ഉണ്ടാകേണ്ടതാണ്. അല്ല എങ്കിൽ അതിലൊരു ബെഞ്ചിനും അക്കാര്യത്തിലൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ മാത്രമേ ഇനി മറ്റൊരു മുതിർന്ന ബെഞ്ചിലേക്ക് മാറ്റേണ്ടതുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യവും ബെഞ്ചിൻ്റെ ഒരു മറുപടിയും കേൾക്കുമ്പോൾ ഇന്ന് തന്നെ ഒരു തീരുമാനമെടുത്ത് ചിലപ്പോൾ തള്ളിക്കളയാനുള്ള സാധ്യതയും പറയാനാകില്ല. ചിലപ്പോൾ ഒരു 7 ബെഞ്ചിലേക്ക് മാറ്റാനും സാധ്യതയുണ്ട് എന്ന് വാദത്തിന് ശേഷം എത്തിയ അഭിഭാഷകർ പലരും പറയുകയും ചെയ്തു. സന്തോഷ്, സർക്കാരിന്റെ അനുകൂലിക്കുന്നവരുടെ പക്ഷത്തു നിന്ന് സർക്കാരിന്റെ വാദം പൂർത്തിയായി കഴിഞ്ഞു. ഇനിയും ലഞ്ച് ബ്രേക്കിന് ശേഷം കോടതി ചേരുമ്പോൾ പഴയ വിധിയെ അനുകൂലിക്കുന്നവരുടെ വാദം കോടതി കേൾക്കും. ഹർജിക്കാരുടെ വാദം എഴുതി നൽകണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വായിക്കാനുള്ള സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് തന്നെ പൂർത്തിയാകും എന്നാണോ ഒരു ചെറിയ സംശയം? ജോജറ്റ് അങ്ങനെയല്ല. കാരണം ഇപ്പോൾ ഉച്ചവരെ ഈ വിധിയെ എതിർക്കുന്നവരുടെ വാദം പൂർത്തിയായിരിക്കുന്നു. ഇനി അവർക്ക് വാദത്തിനുള്ള അവസരമില്ല. അത് കോടതി തന്നെ വ്യക്തമാക്കി. കാരണം ഏകദേശം 11ഓളം പേർ ഈ വിധിയെ എതിർക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് വാദിച്ചു കഴിഞ്ഞു. മറ്റുള്ളവരെല്ലാം അപേക്ഷയായി നൽകിയിട്ടുണ്ട്, അതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഈ വിധിയെ അനുകൂലിക്കുന്നവരുടെ വാദമാണ് എന്ന് കോടതി അറിയിക്കുകയും അവർക്ക് സമയം അനുവദിക്കുകയും ചെയ്തു. അങ്ങനെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ വാദം ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാർ മാത്രമല്ല ഈ വിധിയെ അനുകൂലിക്കുന്നതെന്നോട് അറിയണം. കാരണം ഇതിലെ പ്രധാന കക്ഷികളായി യങ് ലോയേഴ്സ് അസോസിയേഷൻ ഉണ്ട്, കൂടാതെ ഹാപ്പി ടു ബ്ലീഡ് എന്ന് പറയുന്ന കക്ഷികളുടെ അഭിഭാഷകരുണ്ട്. അങ്ങനെ ഏകദേശം 6ഓളം പേർ ഇനി അനുകൂലിക്കുന്നവരായി രംഗത്തുണ്ട്. ഈ റിട്ട് ഹർജികൾ കൂടി വാദം പൂർത്തിയാക്കണം. അതേസമയം പിന്നെ മറ്റൊന്ന് ഇന്നലെ കോടതി പറഞ്ഞത് ഈ കോടതി അലക്ഷ്യത്തിന് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹർജിയുടെ. ആ ഹർജിക്കാരോട് ഇന്ന് ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും അവർക്കും അവരുടെ നിലപാട് അറിയിക്കാനുള്ള ഒരു അവസരം നൽകുകയും ചെയ്യും. അപ്പോൾ ഇനിയും വാദിക്കാനുള്ളത് ഈ വിധിയെ അനുകൂലിക്കുന്നവരുടെ ഭാഗമാണ്. അപ്പോൾ അതുകൂടി കേട്ടതിന് ശേഷമാണ് അവർക്കാണ് കോടതി ഒരു സമയം അനുവദിച്ചത്. ഉച്ചയ്ക്ക് ശേഷം 1 മണിക്കൂർ, അവർക്കിപ്പോൾ അരമണിക്കൂർ വാദം കഴിഞ്ഞു, ഇനി 1 മണിക്കൂർ. അതിൽ ഏറ്റവും ആദ്യം സംസ്ഥാന സർക്കാരിൻ്റെ വാദമാണ് പൂർത്തിയായത്. മുതിർന്ന അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത് ഇതെല്ലാം തള്ളിക്കളയണം. കാരണം അനിവാര്യമായ ആചാരം ഏതല്ല എന്നതിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനാണ് ഈ തന്ത്രിയും ഹർജിക്കാരും ശ്രമിക്കുന്നത്. തന്ത്രിയുടെ ഇപ്പോൾ പൂർത്തിയായ വാദങ്ങളിലെല്ലാം ഉള്ളത് വ്യാഖ്യാനം മാത്രമാണ് എന്നും സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ചു. പ്രത്യേക ഗണത്തിൽപ്പെട്ട ക്ഷേത്രമാണെങ്കിൽ മാത്രമേ അനിവാര്യമായ ആചാരം എന്ന ആവശ്യമുള്ളൂ. പക്ഷേ ഇവിടെ ശബരിമല എന്നത് പ്രത്യേക ഗണത്തിൽപ്പെട്ട ഒരു ക്ഷേത്രമായി പരിഗണിക്കാനാകില്ല. അത് നേരത്തെ തന്നെ ഭരണഘടനാ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് സംസ്ഥാന സർക്കാർ നടത്തിയ വാദം. ആ വാദം ഇനി എന്തായാലും പൂർത്തിയായി. ഇനി ഉള്ളത് ഈ യങ് ലോയേഴ്സ് അസോസിയേഷൻ അടക്കമുള്ളവരുടെ വാദമാണ്. കൂടാതെ സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന 2 ട്രാൻസ്ഫർ പെറ്റീഷനുകളിലും വാദം പൂർത്തിയാകാനുണ്ട്. സന്തോഷാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ലഞ്ച് ബ്രേക്കിന് ശേഷം സുപ്രീം കോടതിയിൽ ശബരിമല വിധിയുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ തുടരും. വിധിയെ അനുകൂലിക്കുന്നവരുടെ വാദമാണ് ഇനി കോടതി കേൾക്കുക. വാർത്തകളിലേക്ക് എത്താം, ഇടവേളയ്ക്ക് ശേഷം. സുപ്രീം കോടതി വിധി എന്താണെങ്കിലും ബോർഡ് അത് നടപ്പിലാക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ. NSSനെ പോലെ ഭരണഘടനയ്ക്ക് പ്രാധാന്യമില്ലെന്ന നിലപാട് ബോർഡിനില്ല. തങ്ങൾക്ക് പറയാനുള്ളതെല്ലാം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും പത്മകുമാർ തിരുവനന്തപുരത്ത് പറഞ്ഞു. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് സുപ്രീം കോടതി എന്ത് വിധി പറഞ്ഞാലും നടപ്പിലാക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. അത് ആ വിധി നടപ്പിലാക്കും. നമ്മളെ സംബന്ധിച്ച് നമ്മൾ കോടതിയിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനായിട്ട് വക്കീലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റാൻഡിംഗ് കൗൺസിലും ഉദ്യോഗസ്ഥന്മാരും ഡൽഹിയിലുണ്ട്. അപ്പോൾ NSS പറയുന്നത് പോലെ മുൻകൂട്ടി ഗസ് ചെയ്തിട്ട് ഒരഭിപ്രായം പറയാനോ അതല്ലെങ്കിൽ ഭരണഘടനയല്ല പ്രധാനമെന്ന് പറയാനോ ഞങ്ങളില്ല. ഇന്ത്യയെ സംബന്ധിച്ച് ഭരണഘടനയ്ക്ക് പ്രാധാന്യമുണ്ട്, ആചാരാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ഇതെല്ലാം കൂടെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് മാത്രമേ ദേവസ്വം ബോർഡ് സ്വീകരിക്കാൻ കഴിയൂ. സുപ്രീം കോടതി വിധി എന്താണെങ്കിലും ബോർഡ് അത് നടപ്പിലാക്കുമെന്നാണ് ദേവസ്വം ബോർഡ് എ പത്മകുമാർ തിരുവനന്തപുരത്ത് പ്രതികരിച്ചത്. മറ്റു വാർത്തകളിലേക്ക്. മഴക്കാലത്ത് കരിമണൽ ഖനനം ഒഴിവാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയെ അറിയിച്ചു. തീരദേശ സംരക്ഷണത്തിന് സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും കടൽഭിത്തി നിർമ്മാണം ഊർജിതമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കരിമണൽ ഖനനത്തിൻ്റെ
പ്രശ്നത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞു കരിമണൽ വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ നിയമസഭാ കമ്മിറ്റി ഒരു ശുപാർശ നൽകിയിട്ടുണ്ട്. ആ ശുപാർശ മഴക്കാലത്ത്, അപ്പോഴാണ് കടലിൻ്റെ വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടാകുന്ന സമയം, ആ സമയം ഖനനം ഒഴിവാക്കുക. അതിന് ആവശ്യമായ നടപടികളിലേക്കാണ് സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന് ബാക്കി സമയങ്ങളിൽ ഖനനം നടക്കുകയും ആ സമയത്ത് ഖനനം നടക്കാതിരിക്കുകയും ചെയ്യുക, പൂർണ്ണമായും ഭൂമി സംരക്ഷിക്കുക, കടൽ തീരം സംരക്ഷിക്കുക. അതിനാവശ്യമായ വ്യവസ്ഥകൾ ഇതിൻ്റെ ഭാഗമായി ഖനനം നടത്തുന്നവരുടെ മുന്നിൽ വെക്കുക. ആ വ്യവസ്ഥകൾ അവർ പാലിക്കണമെന്ന് നിർബന്ധിക്കുക. ഇതാണ് സർക്കാർ കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത്. കയർ മേഖലയിലെ പ്രതിസന്ധി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. തൊണ്ടിന്റെ ദൗർലഭ്യം കയർ മേഖലയിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധി ചർച്ച ചെയ്യണമെന്നായിരുന്നു അടിയന്തര പ്രമേയത്തിലൂടെ പ്രതിപക്ഷത്തു നിന്ന് അടൂർ പ്രകാശ് ആവശ്യപ്പെട്ടത്. എന്നാൽ വിഷയത്തിന് അടിയന്തര സ്വഭാവമില്ലെന്നും മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഇതിനോടകം നടപടി സ്വീകരിച്ചു കഴിഞ്ഞതായും മന്ത്രി തോമസ് ഐസക് മറുപടി നൽകി. അതേസമയം കയർ തൊഴിലാളികളുടെ ശമ്പള വർധന ശുപാർശ പോലും സർക്കാർ പരിഗണിക്കുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. തൊഴിലാളികളുടെ ദിവസക്കൂലി 500 മുതൽ 600 രൂപ വരെ ഉയർത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി തോമസ് ഐസക് പറഞ്ഞു. വയനാട് ലോക്സഭാ സീറ്റിൽ മലബാറിന് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥിയെ അംഗീകരിക്കില്ലെന്ന് യൂത്ത് കോൺഗ്രസ്. AICC നിർദ്ദേശപ്രകാരം വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇത് സംബന്ധിച്ച പ്രമേയം പാസാക്കി. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ 7 യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റികളും പ്രമേയത്തെ പിന്തുണച്ചു. വയനാട് ലോക്സഭാ സീറ്റിനായി കോൺഗ്രസിൽ പിടിവലി നടക്കുന്നതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രമേയം. രാജ്യസഭാ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതുപോലെ വയനാട്ടിലേക്ക് നേതാക്കളെ കെട്ടിയിറക്കണ്ട എന്ന് പ്രമേയം ആവശ്യപ്പെടുന്നു. പുറത്തുനിന്നുള്ളവരെ മത്സരിപ്പിച്ചാൽ മണ്ഡലം നഷ്ടമാകും. കാലങ്ങളായി അവസരം കാത്തു കഴിയുന്ന നേതാക്കൾ മലബാറിൽ തന്നെയുണ്ട്. കോഴിക്കോട് മുക്കത്ത് ചേർന്ന യോഗത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന 7 യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റികളും പ്രമേയത്തെ അനുകൂലിച്ചു. യൂത്ത് കോൺഗ്രസ് തിരുവമ്പാടി മണ്ഡലം പ്രസിഡന്റ് സജീഷ് മുത്തരി, വയനാട് പാർലമെന്റ് ഉൾപ്പെടുന്ന കോഴിക്കോട്, വയനാട്, മലപ്പുറം എന്നീ ജില്ലകളിലുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കണമെന്ന ഒരു പ്രമേയം ഇന്നത്തെ യോഗത്തിൽ എടുക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന് അർഹമായിട്ടുള്ള ഒരു പരിഗണന നൽകണമെന്നും നിർദ്ദേശമുണ്ടായിട്ടുണ്ട്. പ്രമേയം യോഗം ഐക്യകണ്ഠേന പാസാക്കി മേൽ കമ്മിറ്റികൾക്ക് കൊടുക്കുവാനുള്ള തീരുമാനമുണ്ടായിട്ടുണ്ട്. അതിൽ ഒരാൾക്ക് പോലും എതിർപ്പുണ്ടായിട്ടുള്ളത് മാത്രമല്ല 100% എന്താ പറയുക സപ്പോർട്ടോട് കൂടിയിട്ടാണ് പ്രമേയം പാസാക്കിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി രവീന്ദ്രദാസ് പങ്കെടുത്ത യോഗത്തിലാണ് പ്രമേയം പാസാക്കിയത്. വിഷയം രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യവും ദേശീയ ജനറൽ സെക്രട്ടറി പങ്കെടുത്ത യോഗത്തിലെ പ്രമേയത്തിന് പിന്നിലുണ്ട്. MM ഹസൻ, ഷാനിമോൾ ഉസ്മാൻ എന്നിവരാണ് വയനാട് സീറ്റിനായി പ്രധാനമായും രംഗത്തുള്ളത്. MP ആയിരുന്ന MI ഷാനവാസിന്റെ മകളെ മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശം ചില കോണുകളിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. ഇതിനെല്ലാം തടയിടുക എന്നതാണ് പ്രമേയത്തിലൂടെ യൂത്ത് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്ത്യയുടെ 40ാം വാർത്താവിനിമയ ഉപഗ്രഹമായ GSAT-31 വിജയകരമായി വിക്ഷേപിച്ചു. ഫ്രഞ്ച് ഗയാനയിലെ കൗറു സ്പേസ് സ്റ്റേഷനിൽ നിന്ന് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഏരിയൻ 5 റോക്കറ്റിലാണ് ഇന്ത്യൻ സമയം പുലർച്ചെ 2:21 GSAT-31 വിക്ഷേപിച്ചത്. ആഴക്കടലിൽ വാർത്താവിനിമയ സൗകര്യം ഒരുക്കുകയാണ് GSAT-31ന്റെ ലക്ഷ്യം. ഓഖി പോലെയുള്ള ചുഴലിക്കൊടുങ്കാറ്റ്, വിമാനാപകടങ്ങൾ, കടലിലുണ്ടാകുന്ന അപകടങ്ങൾ തുടങ്ങിയവയുടെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യക്ക് ചുറ്റുമുള്ള കടലിൽ വാർത്താവിനിമയ സൗകര്യം ഒരുക്കാൻ തീരുമാനിച്ചത്. ഭിന്നശേഷിയുള്ള കുട്ടികളുടെ കഥ പറയുന്ന പേരൻബേഴ്സ് സിനിമ കാണാനെത്തിയ കൊച്ചിയിലെ സ്പെഷ്യൽ സ്കൂൾ കുട്ടികൾക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇരട്ടി മധുരവും. സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ മെഗാസ്റ്റാർ മമ്മൂട്ടി തന്നെ മധുരവുമായി എത്തിയതാണ് ഇവർക്ക് ഏറെ ആഹ്ലാദകരമായത്. പേരൻപിനെ വലിയൊരു വികാരമായി ഏറ്റെടുത്തതിൽ സന്തോഷമുണ്ടെന്ന് മമ്മൂട്ടി പറഞ്ഞു. കൊച്ചിയിലെ വിവിധ സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നായി 40-ലധികം കുട്ടികളും മാതാപിതാക്കളുമാണ് തങ്ങളുടെ സ്വന്തം ജീവിതം കഥ പറയുന്ന പേരൻപ് കാണാനെത്തിയത്. ഭിന്നശേഷിയായ മകളുടെയും അവളെ താലോലിക്കുന്ന അച്ഛന്റെയും അനുഭവങ്ങൾ ഓരോ അധ്യായങ്ങളായി തുന്നിച്ചേർത്ത പേരൻപ് അവരെ ആനന്ദ കണ്ണീരിലാഴ്ത്തി. സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ മെഗാസ്റ്റാർ മമ്മൂട്ടി തന്നെ മധുരവുമായി എത്തിയപ്പോൾ പിന്നെ ആരവങ്ങളായി. മമ്മൂട്ടിയും പാപ്പ എന്ന കഥാപാത്രത്തിലൂടെ വിസ്മയിപ്പിച്ച നടി സാധനയും സംവിധായകൻ റാമും
മിഠായി സമ്മാനിച്ചും ഓട്ടോഗ്രാഫ് നൽകിയും കുട്ടികൾക്കൊപ്പം കൂടി. പേരൻപിനെ വലിയ വികാരമായി ഏറ്റെടുത്തതിൽ സന്തോഷമുണ്ടെന്ന് മമ്മൂട്ടി പറഞ്ഞു. ഇവരെല്ലാവരെയും കൂടെ ഒന്നിച്ച് സിനിമയ്ക്ക് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർക്ക് പ്രത്യേകമായിട്ട് കുറേ അറേഞ്ച് ചെയ്ത് ഞങ്ങൾ സിനിമ ഒരു വലിയ വികാരമായിട്ട് കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തിട്ട് വളരെ സന്തോഷമുണ്ട്. ജനങ്ങളത് ഒരു കാഴ്ചയായിട്ടല്ല കാണുന്നത്, ഒരു അനുഭവമായിട്ടാണ്. സാധാരണ നമ്മൾ സിനിമ കാണുന്ന പോലെ സിനിമ കണ്ടിറങ്ങിയപ്പോൾ നമ്മൾ സിനിമ കാഴ്ചകളല്ല സിനിമയിലുള്ളത്. இங்கே இருக்கிறவங்க எல்லாருக்குமே ரொம்ப ரொம்ப தேங்க்ஸ். இந்த படத்தை இவ்வளோ செலிப்ரேட் பேரன்போட செலிப்ரேட் பண்ணுறதுக்கு தேங்க்யூ. It gives me a lot of confidence to go ahead and do more movies in an artistic way at the same time in different stories. Thanks a lot. ഇത് സിനിമയല്ല, മറിച്ച് തങ്ങളുടെ ജീവിതം തന്നെയാണെന്ന് കുട്ടികളുടെ മാതാപിതാക്കൾ. സിനിമ നല്ലതാണ്. ഇപ്പം നമ്മളെപ്പോഴും ഇതുപോലെയുള്ള കുട്ടികളെ കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം എന്താണോ അത് നമ്മളുടെ അവസാനം എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്താവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ആ മൈൻഡ് അതിലേക്ക് വന്നിരിക്കുന്നു. ആരാധകർ കാണാൻ ആഗ്രഹിച്ച മമ്മൂട്ടിയുടെ അഭിനയ മുഹൂർത്തങ്ങൾ നിറഞ്ഞ പേരൻപ് നിറഞ്ഞ സദസ്സിൽ തിയേറ്റർ കൈയടക്കി കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 1.25 ലക്ഷത്തിലധികം വിശ്വാസികൾക്കായി നടത്തിയ കുർബാനയോടെയാണ് മാർപ്പാപ്പയുടെ UAE പര്യടനം പൂർത്തിയായത്. വിശുദ്ധ കുർബാന നടന്ന അബുദാബി സയ്യിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ ലോകത്തിന്റെ പരിച്ഛേദമായി മാറിയിരുന്നു. അബുദാബിയിൽ നിന്ന് ടി ജമാലുദ്ദീൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രാവിലെ 10:30 അബുദാബി സയ്യിദ് സ്പോർട്സ് സ്റ്റേഡിയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് തുടക്കമായത്. UAE കണ്ട ഏറ്റവും വലിയ ചടങ്ങിൽ ഒന്നായി ഇത് മാറുകയായിരുന്നു. വിവിധ എമിറേറ്റുകളിൽ നിന്നായി ഇന്നലെ രാത്രി തന്നെ വിശ്വാസികൾ അബുദാബിയിലേക്ക് ഒഴുകി തുടങ്ങിയിരുന്നു. 2500-ലേറെ ബസ്സുകളാണ് ഇതിനായി UAE ഭരണകൂടം സൗജന്യമായി വിട്ടു നൽകിയിരുന്നത്. കുർബാനയിൽ പങ്കെടുക്കുന്നവർക്ക് അവധി നൽകിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചും വിശ്വാസികൾക്ക് എല്ലാ പിന്തുണയും UAE ഭരണകൂടം നൽകി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശ്വാസികൾ ഹൃദയത്തിൽ ശാന്തിയും സമാധാനവും ആശ്വാസവും പകർന്ന് കുർബാന അർപ്പിച്ചു. കുർബാനയിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, മലങ്കര കത്തോലിക്ക സഭാധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയസ് ക്ലിമിസ് കത്തോലിക്ക ബാവ തുടങ്ങിയവർ പങ്കെടുത്തു. 120 പേരടങ്ങുന്ന ഗായക സംഘമാണ് പ്രാർത്ഥനാ ഗീതം ആലപിച്ചത്. കുർബാനയ്ക്ക് മുമ്പ് മാർപ്പാപ്പ അബുദാബിയിലെ സെന്റ് ജോസഫ് കത്തീഡ്രൽ സന്ദർശിച്ചു. ഇവിടെ രോഗികളും കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ 100ഓളം പേരെ മാർപ്പാപ്പ ആശീർവദിച്ചു. 3 ദിവസത്തെ ചരിത്രപരമായ സന്ദർശനം പൂർത്തിയാക്കി ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് മാർപ്പാപ്പ റോമിലേക്ക് മടങ്ങിയത്. അബുദാബിയിൽ നിന്ന് ടി ജമാലുദ്ദീൻ. പലിശ ഇടപാടുകാരിൽ നിന്നും ഭീഷണി നേരിടുന്നവർക്ക് നിയമസംരക്ഷണം ഉറപ്പുവരുത്താനുള്ള നടപടികളുമായി പാലക്കാട് പോലീസ്. ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ ലഭിച്ച പരാതികൾ പരിഹരിക്കുന്നതിനായി കുബേര അദാലത്ത് സംഘടിപ്പിച്ചു. നിയമവിരുദ്ധമായ പണമിടപാടുകളുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളിൽ അദാലത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കി. നിയമവിരുദ്ധമായ പണമിടപാടുകളുമായി ബന്ധപ്പെട്ട പരാതികളിൽ പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് പോലീസിന്റെ നേതൃത്വത്തിൽ അദാലത്ത് നടത്തിയത്. പാലക്കാട് ഡിവിഷന് കീഴിലുള്ള 11 പോലീസ് സ്റ്റേഷനുകളിൽ ലഭിച്ച പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ചത്. പരിഹാരം കാണാനായി 50ഓളം പരാതികളെത്തി. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ളവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പരാതികളിൽ ഇരുകക്ഷികളെയും ഒരുമിച്ചിരുത്തി ഒത്തുതീർപ്പുണ്ടാക്കി. പരാതികൾ വന്നിരിക്കുന്നത് പലതും ബന്ധുക്കൾ തമ്മിലുള്ള പരാതികളുണ്ട്, അതേപോലെ തന്നെ കുടുംബാംഗങ്ങൾ തമ്മിൽ, സഹോദരന്മാർ തമ്മിലുള്ള പരാതികളുണ്ട്. അപ്പം നമ്മൾ കേസെടുക്കേണ്ടതായിട്ടുള്ള പരാതികളുള്ളത് കേസെടുക്കാനും, അതേപോലെ തന്നെ പറഞ്ഞു തീരുന്ന ഈ സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ തന്നെയും സഹോദരന്മാർ തമ്മിലും മാതാപിതാക്കൾ തമ്മിലും, അതേപോലെ തന്നെ ഈ ചില സംഘടനകളിൽ നിന്ന് പൈസ എടുത്തിട്ട് ചീറ്റ് ചെയ്യുന്ന സംഭവങ്ങളുമുണ്ട്. അങ്ങനെയുള്ള പരാതികളൊക്കെ നമ്മൾ അവരെ വിളിച്ചിട്ട് സെറ്റിൽ ചെയ്യാൻ പറ്റുന്നുള്ള പരമാവധി പരാതികൾ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. വിവിധ സംഘടനകളിൽ നിന്നും വായ്പയെടുത്ത ശേഷമുള്ള തിരിച്ചടവ് പ്രശ്നങ്ങളടക്കം പരിഹാരത്തിനായി അദാലത്തിലെത്തി. 13 പരാതികളിൽ എതിർകക്ഷികൾ ഹാജരായില്ല. ഇതിൽ വിശദമായ അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കാൻ പോലീസ് സ്റ്റേഷനുകളിലേക്ക് കൈമാറി. പലിശ ഇടപാടുകളുമായി ബന്ധപ്പെട്ട പരാതികളിൽ കേസെടുത്ത് കർശനമായ നടപടിയെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ഭിന്നശേഷിക്കാരെ സജ്ജരാക്കുന്ന പ്രത്യേക പരിശീലന പദ്ധതിക്ക് പത്തനംതിട്ടയിൽ തുടക്കമായി. ഭിന്നശേഷി സംയോജിത ദുരന്ത ലഘൂകരണം എന്ന പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷിക്കാരെ വിവിധ വിഭാഗങ്ങളായി തിരിച്ചാണ് പരിശീലനം നൽകുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസിന്റെയും നേതൃത്വത്തിലാണ് പരിശീലന പദ്ധതി നടപ്പാക്കുന്നത്. അടുത്തിടെയുണ്ടായ പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ ഓരോ ജില്ലയുടെയും ദുരന്ത സാധ്യത കണക്കിലെടുത്താണ് പരിശീലനം. വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, തീപിടുത്തം തുടങ്ങിയവ നേരിടാനും അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുമാണ് പരിശീലനം നൽകുന്നത്. വാർത്താവിനിമയ സംവിധാനത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് ഭിന്നശേഷിക്കാരെ 4ആയി തിരിച്ചിട്ടുമുണ്ട്. ഇതിൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ പരിചാരകർക്കാണ് പരിശീലനം. മറ്റു വിഭാഗങ്ങളിൽ ഭിന്നശേഷിക്കാർക്ക് തന്നെ പരിശീലനം നൽകും. വൈകല്യമുള്ളവരെ സംബന്ധിച്ച് ദുരന്ത മുഖങ്ങളിൽ അവർ അകപ്പെട്ടാൽ അവരെ സംരക്ഷിക്കേണ്ടതും
അവർക്ക് വേണ്ട പരിശീലനം കൊടുത്ത് അവരെ എംപവർ ചെയ്യിപ്പിക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഇത്തരമൊരു പരിശീലന പദ്ധതി ഏറ്റെടുക്കുന്നത്. 3000 പേരെ ആദ്യഘട്ടത്തിൽ പരിശീലിപ്പിക്കാനാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തീരുമാനം. പിന്നീട് ഇത് എല്ലാ പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കും. 7,93,000 ഭിന്നശേഷിക്കാർ സംസ്ഥാനത്ത് ഉണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും സാമൂഹ്യനീതി വകുപ്പുമാണ് ജില്ലാതല പരിശീലനങ്ങൾക്ക് നേതൃത്വം നൽകുക. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കവി കുരീപ്പുഴ ശ്രീകുമാറിന് സംഘപരിവാർ ഭീഷണി, ആചാര ലംഘനങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചതിനാണ് ഭീഷണിയെന്ന് കുരീപ്പുഴ ശ്രീകുമാർ പറഞ്ഞു. ശ്രീകുമാറിന് പിന്തുണ പ്രഖ്യാപിച്ച് CPIM പ്രകടനം നടത്തി. തൃശൂരിൽ സാഹിത്യ അക്കാദമിയുടെ പരിപാടിയിൽ ആചാരങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചതിനെ തുടർന്ന് സംഘപരിവാർ പ്രവർത്തകർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഭീഷണിയും അസഭ്യവർഷവും കവി കുരീപ്പുഴ ശ്രീകുമാറിനെതിരെ നടത്തിയിരുന്നു. വീട്ടിലേക്ക് പ്രകടനം നടത്തി തെറി വിളിക്കുക, അതുപോലെ വാട്സപ്പിലൂടെയും അതുപോലെ ഫേസ്ബുക്കിലൂടെയും മുഴുവൻ തെറി വിളിക്കുക. ഈ തെറിക്കൊന്നും ഞാൻ മറുപടി പറയുന്നതല്ല. കാര്യം അത് എൻ്റെ സംസ്കാരം അല്ല. എൻ്റെ സംസ്കാരം അമ്മ മലയാളവും അവരുടെ സംസ്കാരം തെറി മലയാളവുമാണ്. ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. കവി കുരീപ്പുഴയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയ BJP പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. അതേസമയം കവി കുരീപ്പുഴയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് CPIM പ്രവർത്തകർ പ്രകടനം നടത്തി. സംഘപരിവാർ ഭീഷണിയെ തുടർന്ന് കുരീപ്പുഴ ശ്രീകുമാറിന്റെ വീടിന് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. KN പണിക്കർ ചരിത്രം എന്ന പോർക്കളം എന്ന ഡോക്ടർ PJ വിൻസെന്റിന്റെ പുസ്തക പ്രകാശനം തിരുവനന്തപുരത്ത് നടന്നു. സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ ഡോക്ടർ മൈക്കിൾ തരകന് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. ചടങ്ങിൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VK മധു അധ്യക്ഷനായിരുന്നു. KSTA-യുടെ 28ാമത് സംസ്ഥാന സമ്മേളനം ഈ മാസം 8 മുതൽ 10 വരെ തിരുവനന്തപുരത്ത് നടക്കും. മന്ത്രി EP ജയരാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയനാകും സമാപന ദിനത്തെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി KC ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ സെക്ഷനുകളിലായി വിവിധ മന്ത്രിമാരും പങ്കെടുക്കും. KSRTC എംപ്ലോയീസ് അസോസിയേഷൻ നടപ്പാക്കുന്ന അഴീക്കോടൻ സ്മാരക സ്പർശം സ്വാതന്ത്ര്യ സഹായ പദ്ധതിയുടെ ധനസഹായം കൈമാറി. അകാലത്തിൽ മരണമടഞ്ഞ KSRTC കണ്ടക്ടറും KSRTE കോട്ടയം യൂണിറ്റ് അംഗവുമായിരുന്ന PU സുധീറിന്റെ കുടുംബത്തിന് അസോസിയേഷൻ പ്രസിഡന്റ് വൈക്കം വിശ്വനാണ് ധനസഹായം നൽകിയത്. സർവീസിനിടയിൽ ഗുരുതരമായി പരിക്കേറ്റവരെയും ക്യാൻസർ പോലെയുള്ള ഗുരുതര അസുഖം ബാധിച്ചവരെയും യൂണിയൻ ഭേദമന്യേ സഹായിക്കുന്നതിന് KSRTC എംപ്ലോയീസ് അസോസിയേഷൻ CATU സംസ്ഥാന കമ്മിറ്റി ആരംഭിച്ച പദ്ധതിയാണ് അഴീക്കോടൻ സ്മാരക സ്പർശം സ്വാന്തനം സഹായ പദ്ധതി. കോട്ടയം KSRTC ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് S വിനോദ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി CK ഹരികൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി R ഹരിദാസ്, മറ്റ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഛത്തീസ്ഗഡിൽ നടന്ന ദേശീയ ശാസ്ത്ര ചലച്ചിത്രമേളയിൽ എനർജി മാനേജ്മെന്റ് സെന്റർ നിർമ്മിച്ച ഹ്രസ്വ ചലച്ചിത്രമേളയിൽ എനർജി മാനേജ്മെന്റ് സെന്റർ നിർമ്മിച്ച അണയും മുൻപ് എന്ന ഹ്രസ്വ ചിത്രത്തിന് പ്രത്യേക ജൂറി അവാർഡ്. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള വിജ്ഞാൻ പ്രസാറാണ് ചലച്ചിത്രമേള സംഘടിപ്പിച്ചത്. ഊർജ്ജ സംരക്ഷണവും സൗരോർജ്ജവും വിഷയമാക്കി പൊതുജന ബോധവൽക്കരണത്തിനായി MEMC ചിത്രം നിർമ്മിച്ച M വേണുകുമാറാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ടുറിനോ അഡ്വർടൈസിംഗ് ചെയർപേഴ്സൺ ഡോക്ടർ സുലേഖ ദാവൂദിന് വാരണാസിയിൽ നടന്ന പ്രവാസി ദിവസിൽ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് പ്രവാസി ഭാരതീയ സമ്മാൻ നൽകി ആദരിച്ചു. സുലേഖ ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ സ്ഥാപക ചെയർപേഴ്സൺ കൂടിയാണ് ഡോക്ടർ സുലേഖ. UAE ഗവൺമെന്റിന്റെ നിരവധി അംഗീകാരങ്ങളും സുലേഖയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ലോകത്തെ സ്വാധീനിച്ച 20 ഗ്ലോബൽ ഇന്ത്യൻ വനിതകളിൽ ഒരാളായും ഡോക്ടർ സുലേഖയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്.